നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച മുതൽ ആരംഭിക്കുകയാണ്. പെൻഷൻ വിതരണം 27-ാം തീയതിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. 27-ാം തീയതി ബാങ്ക് പണിമുടക്ക് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ട് വിതരണത്തിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 28, 29 തീയതികളോടെയായിരിക്കാം പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. 29-ാം തീയതി സംസ്ഥാന ബഡ്ജറ്റ് കൂടിയുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജനങ്ങൾക്ക്, അതായത് സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് കൂടുതൽ നേട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ പ്രഖ്യാപിച്ചേക്കും എന്നൊരു സൂചന കൂടി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. എല്ലാം 29-ാം തീയതി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പെൻഷൻ 2000 രൂപ നമുക്ക് മുടക്കം കൂടാതെ ലഭിക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്യും. ഇനി നമ്മളുടെ സംസ്ഥാനത്ത് 8.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് വാങ്ങുന്നവരാണ്. അതായത് 200 മുതൽ 500 രൂപ വരെ അവർക്ക് കുറവായിരിക്കും സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കുമ്പോൾ കിട്ടുക. അതിനുശേഷം ബാക്കി 1-2 ദിവസങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ചക്കൊക്കെ ശേഷമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം അക്കൗണ്ടിലേക്ക് ലഭിക്കുക. അത് അവർ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്കൊന്നുമല്ല ലഭിക്കുന്നത്. കാരണം ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ഏതോ അതിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ അത് ആവശ്യമായിട്ടുള്ള തുക താൽക്കാലികമായിട്ടൊക്കെ മുടങ്ങുന്ന സാഹചര്യവും നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ പ്രത്യേകമായിട്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. വേണ്ട പരിഹാരങ്ങൾ എത്രയും വേഗം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഒരുപാട് പേർക്ക് 2-3 മാസങ്ങളിലേക്ക് തുക മുടങ്ങുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൂടി ആധാറിൻ്റെ വെബ്സൈറ്റിൽ അത് പരിശോധിക്കാൻ സാധിക്കും. ആ സമയത്ത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗുണഭോക്താക്കളൊന്ന് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ ഇതൊക്കെ പരിശോധിക്കാൻ സാധിക്കും. നമ്മളുടെ വീട്ടിലെ സ്മാർട്ട് ഫോണൊക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ആളുകളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗൂഗിൾ ക്രോമിൽ തന്നെ ഈ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ബന്ധപ്പെട്ട വെബ്സൈറ്റ് വരികയും പിന്നീട് നമുക്ക് ആ വെബ്സൈറ്റ് വഴി ഈ കാര്യങ്ങൾ പരിശോധിക്കാനും സാധിക്കുന്നതായിരിക്കും. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ശരിയല്ല എങ്കിൽ, അക്കൗണ്ടൊന്നും കാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ തുക കിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ സമയത്ത് ഇത്തരത്തിൽ അക്കൗണ്ട് കാണിക്കുന്നില്ല എങ്കിൽ ഈ തുക അവർക്ക് ലഭിക്കുകയില്ല. അത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഏലം കർഷകർക്കും റബ്ബർ കർഷകർക്കും പ്രത്യേക ധനസഹായം, പുനർനടീലിന് വേണ്ടിയുള്ള ധനസഹായത്തിനുള്ള അപേക്ഷകളെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അപേക്ഷ വയ്ക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കണം. ഏല കൃഷിക്ക് ഹെക്ടർ ഒന്നിന് 1 ലക്ഷം രൂപയും ഇനി റബ്ബർ കർഷകരാണെങ്കിൽ 75,000 രൂപയുമാണ് ഹെക്ടറിന് ലഭിക്കുക. 2 ഹെക്ടർ വരെ സ്ഥലം നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. പുനർനടീലിനുള്ള സാമ്പത്തിക സഹായം ലഭ്യമാണ്. സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കർഷകൻ്റെ കൈവശം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കർഷകൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട സ്കെച്ച്, കൈവശാവകാശ സർട്ടിഫിക്കറ്റുകൾ, ഇതെല്ലാം തന്നെ കർഷകൻ്റെ കൈവശം ഉണ്ടായിരിക്കുകയും വേണം. ഇനി ബന്ധപ്പെട്ട നമ്മൾക്ക് തൈച്ചെടികൾ കൃത്യമായിട്ട് നഴ്സറിയിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ വാങ്ങുന്നവർ അതുമായി ബന്ധപ്പെട്ട ബില്ലുകളെല്ലാം കൃത്യമായിട്ട് എടുത്തു വയ്ക്കുന്നതിന് വേണ്ടി സ്ഥലത്ത് കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റെപ്പുകളുടെ അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളുടെ ഫോട്ടോയൊക്കെ ഫോണിൽ ഒന്ന് സൂക്ഷിക്കുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യപ്പെടുന്ന സമയത്ത് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം. അത് കൃത്യമായിട്ട് ഹാജരാക്കുന്നവർക്കാണ് വേരിഫിക്കേഷൻ പൂർത്തിയാക്കി ധനസഹായം കൈമാറുന്നതും. കുറഞ്ഞത് 25 സെൻറ്റെങ്കിലും സ്ഥലമുള്ളവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ആധാർ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ടാണ്. ആധാർ കാർഡുകൾ എടുത്തിട്ട് 10 വർഷമായിട്ടുണ്ടെങ്കിൽ, ബന്ധപ്പെട്ട മാറ്റങ്ങളൊന്നും കാർഡിൽ വരുത്തിയിട്ടില്ല എങ്കിൽ ഇത്തരം കാർഡുകൾ നമുക്ക് പുതുക്കുന്നതിന് വേണ്ടി, അതായത് ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഒരു അഡ്രസ് പ്രൂഫും അതോടൊപ്പം തന്നെ ID പ്രൂഫായിട്ട് മറ്റൊരു രേഖയുമായിട്ട് എത്തിച്ചേർന്ന് ആധാർ സേവാ കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ഇത് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.